വലിയൊരു കളി നടന്നിട്ടുണ്ട്, ശക്തന്മാരുടെ ഇടപെടൽ നടന്നിട്ടുണ്ട്. നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ മുകുൾ റോത്തക്കിയുടെ മകളാണ്. ആരാണ് ഭയപ്പെടുന്നത്? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പുറത്തു വരുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചത് ആരാണ്? സിനിമയിലെ സൂപ്പർ താരങ്ങളെ പ്രീണിപ്പിച്ചും സിനിമയിലെ സൂപ്പർ താരങ്ങളുടെ കാല് കഴുകിയും അവർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ താരത്തിളക്കത്തോടെ നിൽക്കുകയാണ്. ആ ലൈംഗിക ചേഷ്ട കണ്ടുകൊണ്ട് ആ നടന്റെ ഇടവും വലവും ഇരുന്നിരുന്ന മലയാളത്തിലെ തന്നെ തലമുതിർന്ന നടന്മാർ അയാളെ പ്രോത്സാഹിപ്പിക്കും മട്ടിൽ ചിരിച്ചു കൊടുത്തത്. അത്തരത്തിൽ പരസ്യമായിട്ട് ലൈംഗിക ചേഷ്ട ഒരു സ്ത്രീയെ നോക്കി കാണിക്കാൻ മടിയില്ലാതിരുന്ന ആ നടൻ രഹസ്യമായി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും? മീറ്റു ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ പരിഹാസത്തിൽ പൊതിഞ്ഞ് ഓടി രക്ഷപ്പെട്ട ഒരു നടനാണ് ഇന്ന് മലയാളത്തിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത്. ഇക്കമാരെന്നോ ഇച്ചായന്മാരെന്നോ ഏട്ടന്മാരെന്നോ വിളിച്ചാൽ മാത്രം സെല്ലുലോയിഡുകളിൽ പതിഞ്ഞു പോകുന്ന ഒരു മുഖവും നമുക്ക് അങ്ങനെയാവില്ല. 6 വർഷത്തെ നീണ്ട കാത്തിരിപ്പുകൾ കൊടുക്കും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. മലയാള സിനിമയിലെ ഇരമണിയന്മാരുടെ മാഫിയ സംഘത്തെ തുറന്നു കാട്ടുന്നതാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനുണ്ടായ സാഹചര്യം ഒന്ന് ചുരുക്കി പറയാം. 6 വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ മലയാളത്തിലെ ഒരു യുവനടി തന്റെ ജോലി സ്ഥലത്ത് നിന്നും താമസ സ്ഥലത്തേക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് പ്രൊഡക്ഷൻ വാഹനത്തിൽ പോകുന്നതിനിടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് അർദ്ധരാത്രി കൂലിക്കെടുത്തിരിക്കുന്ന ഒരു ക്രിമിനലാൽ ആക്രമിക്കപ്പെടുന്നു. അവർ മാനഭംഗത്തിന് ഇരയാകുന്നു. ഇതേ തുടർന്ന് അവർ ശബ്ദിക്കുകയാണ് ഉണ്ടായത്. തനിക്കെതിരെ ഉണ്ടായ അക്രമത്തെ കുറിച്ച് പൊതുസമൂഹത്തിന് മുൻപാകെ അവർ തുറന്നു പറഞ്ഞു. ഇതേ തുടർന്നാണ് സിനിമാ മേഖലയിലെ അരാജകമായിട്ടുള്ള ക്രിമിനൽ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. ആ കമ്മീഷന് നേതൃത്വം കൊടുത്തത് ജസ്റ്റിസ് ഹേമയായിരുന്നു. ഇതോടൊപ്പം തന്നെ നടി ശാരദയും വത്സകുമാരി IASഉം ഈ ഒരു കമ്മീഷന്റെ ഭാഗമായിരുന്നു. 2 വർഷത്തെ നീണ്ട പരിശോധനകൾക്ക് ശേഷം, മൊഴിയെടുക്കലുകൾക്ക് ശേഷം കമ്മീഷൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാണ് ഉണ്ടായത്. ഇതിനായി 1 കോടിയിൽ അധികം പണം സർക്കാർ ചിലവഴിച്ചിട്ടുണ്ട്. ഇത്രയധികം പണം ചിലവഴിച്ചുകൊണ്ട്, ഇത്രയധികം സമയം എടുത്തുകൊണ്ട് നിയമിച്ച ഒരു കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് 4 വർഷമാണ് ഒരു ഇടതുപക്ഷ സർക്കാർ പൂഴ്ത്തിവെച്ചത്. അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുൻപാകെ കൊടുക്കാതെ അത് ഇരുണ്ട ഇടങ്ങളിൽ ഒളിച്ചു വെച്ചത്. എന്തായിരുന്നു അത്തരത്തിൽ ഒളിച്ചു വെക്കാനുണ്ടായ കാരണം? ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ ഈ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ, അതായത് 90 പേജുകൾ അടങ്ങിയ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോഴും കാണാമറയത്ത് തന്നെ ഇരിക്കുകയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നതിനെ തടയാൻ ഇത് ഭയക്കുന്ന സിനിമാ മേഖലയിലെ ഒരു മാഫിയ കോക്കസ് കിണഞ്ഞു പരിശ്രമിച്ചു എന്ന കാര്യം പൊതുസമൂഹം നേർക്കുനേർ കണ്ടതാണ്. സജിമോൻ പാറയിൽ എന്ന പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ ഏതോ കാലത്ത് ഏതോ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരാൾ, ഏതോ കാലത്ത് ഏതൊക്കെയോ സിനിമകളിൽ മുഖം കാട്ടിയ ഏതോ ഒരാൾ, അയാൾ കൊടുത്ത ഹർജിയുണ്ട്, തടസ്സ ഹർജി. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെയായിരുന്നു അത്. അതിനുശേഷം WCC, അതായത് സിനിമയിലെ സ്ത്രീകൾ ചേർന്ന് നിർമ്മിച്ചെടുത്ത ഒരു സംഘടന, ഇന്ന് അതിനെ ഒരു തട്ടിക്കൂട്ട് സംഘടന എന്ന് വിളിക്കേണ്ട ഒരു പരിതസ്ഥിതിയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ സംഘടനയുടെ ഭാഗമായിട്ടുള്ള നടി രഞ്ജിനി കൊടുത്ത ഹർജി, അതായത് തനിക്ക് തന്റെ സ്വകാര്യതയെ ലംഘിക്കുന്ന എന്തെങ്കിലും റിപ്പോർട്ടിൽ ഉണ്ടോ എന്ന് എനിക്കറിയണം, എനിക്കറിഞ്ഞതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടുള്ളൂ എന്ന് കൊടുത്ത, അതായത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് കൃത്യം 2 ദിവസം മുൻപ് ഇങ്ങനെ ഒരു ഹർജിയുമായിട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു നടി രഞ്ജിനി ചെയ്തത്. എന്തായിരുന്നു അവരുടെ ആ ഒരു നീക്കത്തിന്റെ പശ്ചാത്തലം? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തെ ഒട്ടും അപലപിക്കാത്ത സമീപനമാണ് WCCയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. തങ്ങൾ എല്ലായ്പ്പോഴും ഇരയ്ക്കൊപ്പമാണ് എന്ന് പുലമ്പുന്ന, തങ്ങൾ എല്ലായ്പ്പോഴും ഇരയുടെ കൂടെ തന്നെയുണ്ട്, ഇര ഞങ്ങളിൽ പെട്ടവൾ തന്നെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നവർ തന്നെ ഇരപിടിയന്റെ കൂടെയും നിൽക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. രഞ്ജിനിയുടെ കാര്യം തന്നെ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. രഞ്ജിനിയുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് രഞ്ജിനി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നുണ്ട്. സിംഗിൾ ബെഞ്ചിന്റെ അടുത്തേക്ക് രഞ്ജിനി തന്റെ ആവശ്യം, തന്റെ ഹർജിയുമായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ തന്റെ അപ്പീൽ ഹർജിയുമായിട്ട് പോകുമ്പോൾ, രഞ്ജിനിക്ക് വേണ്ടി നിമിഷ നേരം കൊണ്ട് സിംഗിൾ ബെഞ്ചിന് മുൻപാകെ ഹാജരായത് പ്രശസ്ത അഭിഭാഷകനായ മുകുൾ റോത്തക്കിയാണ്.
മുഗൾ റോത്തക്കി ഒരു സിറ്റിങ്ങിന് സാധാരണക്കാരൻ കേട്ടാൽ കണ്ണ് തള്ളിപ്പോകുന്നത്ര ലക്ഷങ്ങൾ വാങ്ങുന്ന, ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന മുഗൾ റോത്തക്കിയെ പോലെ തിരക്ക് പിടിച്ച ഒരു അഭിഭാഷകൻ, സുപ്രീം കോടതി അഭിഭാഷകൻ ഇത്തരത്തിലുള്ള ഒരു ഹർജിയിൽ ഇടപെടുന്നതിന്റെ കാരണം എന്തായിരുന്നു? അല്ലെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കളി നടന്നിട്ടുണ്ട്, ശക്തന്മാരുടെ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയിക്കേണ്ടതില്ല. ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്, നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ മുഗൾ റോത്തക്കിയുടെ മകളാണ്. ഈ മുഗൾ റോത്തക്കിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ആരാണ് ഭയപ്പെടുന്നത്? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പുറത്തു വരുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചത് ആരാണ് എന്നതിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണത്. WCC എന്ന് പറയുന്ന സിനിമയിലെ നടിമാരുടെ സംഘടന, അതിന്റെ സ്ഥാപക നേതാവ് തന്നെ ഈ ഒരു കമ്മീഷൻ മുമ്പാകെ നടത്തിയിരിക്കുന്ന ജൽപ്പനം അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന മൊഴി, സിനിമയിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവർ ഒന്നും തന്നെ നടമാടുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള സ്ത്രീകളെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു സംഭവവും താൻ കേട്ടിട്ടില്ല എന്നുള്ളത് അടിവരയിട്ടതാണ് ജസ്റ്റിസ് ഹേമ രേഖപ്പെടുത്തിയിട്ടുള്ളത്. താൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ ആ നടി പിന്നീട് സിനിമയിൽ സൂപ്പർ താരമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. സിനിമയിലെ സൂപ്പർ താരങ്ങളെ പ്രീണിപ്പിച്ചും സിനിമയിലെ സൂപ്പർ താരങ്ങളുടെ കാല് കഴുകിയും അവർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ വലിയൊരു താരമായി താരത്തിളക്കത്തോടെ നിൽക്കുകയാണ്. ആകാശം അത്രയ്ക്കൊന്നും ശോഭനീയമല്ല, നമ്മൾ കാണുന്ന ചന്ദ്രനും താരകങ്ങളും ഒന്നും അത്രയ്ക്കൊന്നും മിന്നുന്നവയല്ല എന്ന് ജസ്റ്റിസ് ഹേമ തന്റെ സാഹിത്യ ഭാഷയിൽ ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിലുള്ളത് ഒരു ആക്രമിക്കപ്പെട്ട യുവനടിയാണ് എങ്കിൽ നമ്മുടെ മുന്നിലില്ലാത്ത, നമ്മുടെ കൺവെട്ടങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്ന എത്രയോ അധികം അതിജീവിതമാരുടെ കഥയാണ്, അവരുടെ കണ്ണീരാണ് ഈ റിപ്പോർട്ടിൽ പുരണ്ടിരിക്കുന്നത് എന്ന് ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ എണ്ണമറ്റ സിനിമാ നടികൾ തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന ചൂഷണങ്ങളിൽ നിന്ന് അതിജീവിക്കുവാൻ ദിനം തോറും പ്രയത്നിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവർ അവരുടെ മദ്യലഹരിയിൽ, അവരുടേതായിട്ടുള്ള എല്ലാത്തരം ലഹരികളിൽ രാത്രിയുടെ യാമങ്ങളിൽ സ്വന്തം സഹപ്രവർത്തകരുടെ കിടപ്പറയുടെ കതക് തട്ടുവാൻ മാത്രം മ്ലേച്ഛരായി നമുക്ക് മുന്നിൽ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന കാര്യം ഒട്ടൊക്കെ അതിശയത്തോടെ കൂടി വേണം കാണാൻ. ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് പഴയ ഒരു ദൃശ്യമാണ്. ഒരു താരനിശയിൽ ഒരു ചാനൽ ഒരുക്കി കൂട്ടിയ ഒരു മെഗാ ഷോയിൽ മലയാളത്തിലെ പ്രശസ്തരായ നടന്മാർ, നടികൾ പങ്കെടുക്കുന്ന ഒരു താരനിശയിൽ അതിഥികൾക്കുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ, മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ മഹാനടൻ എന്നൊക്കെ നിരൂപകരാൽ വാഴ്ത്തിപ്പാടുന്ന, തന്റെ ഫാൻസിനാൽ നിരന്തരം പുകഴ്ത്തൽ പാടുകൾ കേട്ട് കാതിന് കുളിർമയണിയിക്കുന്ന ആ നടൻ, ഒരു സ്ത്രീ, അല്പമൊക്കെ ഒന്ന് മോഡേൺ ആയിട്ട് വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ തനിക്ക് മുന്നിലൂടെ വെറുതെ ഒന്ന് നടന്നു പോയപ്പോൾ കാണിച്ച ഒരു ലൈംഗിക ആക്ഷൻ ഉണ്ട്, ഒരു ലൈംഗിക ചേഷ്ടയുണ്ട്. ആ ലൈംഗിക ചേഷ്ട കണ്ടുകൊണ്ട് ആ നടന്റെ ഇടവും വലവും നിരുന്നിരുന്ന മലയാളത്തിലെ തന്നെ തലമുതിർന്ന നടന്മാർ അയാളെ പ്രോത്സാഹിപ്പിക്കും മട്ടിൽ ചിരിച്ചു കൊടുത്തത് നമ്മുടെ മലയാളി സമൂഹം ഒന്നാകെ കണ്ടതാണ്. ഇപ്പോഴും യൂട്യൂബിൽ പരത്തിയാൽ ആ ദൃശ്യങ്ങൾ നിങ്ങൾക്കും കാണാവുന്നതാണ്. അത്തരത്തിൽ പരസ്യമായിട്ട് ലൈംഗിക ചേഷ്ട ഒരു സ്ത്രീയെ നോക്കി കാണിക്കാൻ മടിയില്ലാതിരുന്ന ആ നടൻ രഹസ്യമായി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയിക്കേണ്ട കാര്യമില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, മലയാളത്തിലെ സിനിമ അഭിനയ മോഹികളായി വരുന്ന യുവ നടിമാരെ, ജൂനിയർ ആർട്ടിസ്റ്റുകളെ എപ്രകാരമാണ് വലയിൽ വീഴ്ത്തുന്നത് എന്ന്. ഈ നടിമാരെ തങ്ങളുടെ ആവശ്യം അറിയിച്ച് പ്രൊഡ്യൂസർമാരും സംവിധായകന്മാരും സമീപിക്കുന്ന രീതിയെ കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതുകൂടാതെ ഇത്തരത്തിൽ സഹകരിക്കുന്ന നടിമാരെ കോർപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകൾ എന്ന് പേരിട്ട് വിളിക്കുന്നതും അവർക്ക് കൂടുതലായി വേഷങ്ങൾ നൽകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതും മറ്റുള്ളവരെ പിന്തള്ളിക്കളയുന്നതും തങ്ങളുടെ ഇച്ഛയ്ക്ക് വഴങ്ങാത്തവരെ തങ്ങളുടെ പ്രോജക്റ്റുകളുടെ ഭാഗമാക്കാതിരിക്കാൻ കാട്ടുന്ന ജാഗ്രതയും ഇതിൽ പറയുന്നുണ്ട്.
പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളുടെയും പ്രൊഡക്ഷൻ മാനേജർമാരുടെയും ഒരു സംഘം തന്നെ ഇത്തരത്തിൽ ഇരപിടിയന്മാരുടെ കെണികളുമായി ഏന്തി നടക്കുന്നു എന്ന കാര്യം നമ്മൾ എടുത്തു കാണേണ്ടതുണ്ട്. മലയാള സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന, പാഷനേറ്റ് ആയി അഭിനയിക്കാൻ വരുന്ന പുതിയ നടിമാരെ, പുതിയ സ്ത്രീ ജനങ്ങളെ, പുതിയ ആക്ട്രസുകളെ കെണിയിൽ വീഴ്ത്തിയാൽ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്ന കാര്യവും ഈ കമ്മീഷൻ മുമ്പാകെ പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. മീറ്റു ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ പരിഹാസത്തിൽ പൊതിഞ്ഞ് ഓടി രക്ഷപ്പെട്ട ഒരു നടനാണ് ഇന്ന് മലയാളത്തിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. അയാളുടെ നിലപാടുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ പകുതിയെങ്കിലും ഈ ചൂഷണം നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കാലത്തിന്റെ നീതിയാണ്. ആ നീതി നടപ്പാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പക്ഷേ ഇത്ര നാളും പൂഴ്ത്തിവെച്ച ഒരു സർക്കാർ, ഈ റിപ്പോർട്ട് ഇത്ര നാളും പൂഴ്ത്തിവെച്ച ഒരു സർക്കാർ നിരന്തരമായിട്ടുള്ള മാധ്യമ ഇടപെടലുകൾക്ക് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടുവാൻ തയ്യാറായത് എന്ന കാര്യം അങ്ങേയറ്റം ആശ്ചര്യജനകമായിട്ടുള്ള കാര്യമാണ്. കാസ്റ്റിംഗ് കൗച്ച് എന്ന സോ കോൾഡ് ലേബലിനെ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കൂടി കൊണ്ടുവരുന്നത് ഒട്ടും പുതുമയുള്ള കാര്യമല്ല. പണ്ട് മുതലേ നടക്കുന്ന കാര്യമാണ്. മറ്റ് ഇൻഡസ്ട്രികളിലും നടക്കുന്ന കാര്യമാണ്. ഇതിവിടെ മാത്രം നടക്കുന്ന കാര്യമല്ലല്ലോ എന്ന് ചോദിച്ച ഒരു യുവ നടനെയും ഇന്ന് ടിവിയിൽ കാണുവാൻ ഇടയായി. ആ നടനടക്കമുള്ളവർ സ്ത്രീകളോട് പുലർത്തുന്ന സമീപനം എന്താണെന്ന് സമീപകാലത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു വലിയ ഗ്യാങ്ങിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മലയാള സിനിമയിലെ പലരും സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ചൂഷണങ്ങളുടെ, അവരുടെ തൊഴിൽ ചൂഷണങ്ങളുടെ, അവർക്ക് മതിയായ ശമ്പളം കൊടുക്കാത്തതിന്റെ, അവരെ തങ്ങളുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി വെറും ഒരു ഉപകരണം എന്ന പോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർ ഒട്ടൊക്കെ നമുക്കിടയിലും ചിരി പടർത്തി, നമുക്കിടയിലും സന്നദ്ധ പ്രവർത്തകരുടെ വേഷമണിഞ്ഞ്, നമുക്കിടയിലും എന്തോ വലിയ മഹാമനസ്കരുടെ മുഖഭാവത്തോടെ നടക്കാറുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇക്കമാരെന്നോ ഇച്ചായന്മാരെന്നോ ഏട്ടന്മാരെന്നോ വിളിച്ചാൽ മാത്രം സെല്ലിലോയിഡുകളിൽ പതിഞ്ഞു പോകുന്ന ഒരു മുഖവും നമുക്ക് അങ്ങനെയാവില്ല. അവരുടെ താരപ്പകിട്ടുകൾക്കുള്ളിലും കളങ്കത്തിന്റെ മാറാക്കറയുണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മളോട് പറയുന്നു. നാളുകളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചോദിച്ച മാധ്യമപ്രവർത്തകർ സാംസ്കാരിക വകുപ്പിന്റെ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും നിരന്തരം സമീപിച്ചിട്ടുള്ളതാണ്. എന്നാൽ അപ്പോഴൊന്നും മാധ്യമപ്രവർത്തകർക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകുവാൻ സർക്കാരോ സർക്കാർ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോ താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ്. നാളുകളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകുവാൻ വേണ്ടി സർക്കാരിനോട് നിരവധിയായ മാധ്യമപ്രവർത്തകർ നിരന്തരമായി ചോദിച്ചതാണ്. എന്നാൽ അപ്പോഴൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിടുവാൻ സർക്കാർ ഒരുക്കമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിന് അത്രമാത്രം സമ്മർദ്ദം കനക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ അതിന് മുതിർന്നത്. ഈ ഒരു സാഹചര്യം വരുമ്പോഴും ഇതിനു മുൻപ്, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണ് ഇത്ര ധൃതി എന്നാണ്. ധൃതിയോ? 2 വർഷം അന്വേഷണ കാലയളവ്, 4 വർഷം പൂഴ്ത്തിവെക്കൽ കാലയളവ്, ഇത്രയൊക്കെ കാലം നിങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഉന്തി നീക്കി കാലതാമസം വരുത്തി ഇത്രയൊക്കെ കൊണ്ട് എത്തിച്ചിട്ട് ഇപ്പോഴും നിങ്ങൾ ചോദിച്ചത് എന്തിനാണ് ഇത്ര ധൃതി എന്നാണ്. ഈ മന്ത്രിയുടെ തന്നെ പിന്നീട് വന്ന ഒരു പ്രസ്താവനയുണ്ട്, ഞെട്ടേണ്ട കാര്യമുണ്ടെങ്കിൽ ഞെട്ടാം എന്നായിരുന്നു അത്. ഇത്തരത്തിലുള്ള അങ്ങേയറ്റം ഉത്തരവാദിത്വരഹിതമായിട്ടുള്ള സമീപനമാണോ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്? ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ മുതലാളിത്തത്തിന്റെ ഭാഗമാണ് ഈ സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ എന്ന താത്വിക അവലോകനം നടത്താൻ മാത്രം വിഡ്ഢിയായിട്ടുള്ള ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങേയറ്റം അപലഷണീയമാണ് അയാൾ വഹിക്കുന്ന പദവികൾക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ ഭയപ്പെട്ടവരെല്ലാം മാളത്തിൽ കയറി ഒളിച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുവാൻ നടന്മാർ, നടികൾ പൊതുവെ വിമുഖതയാണ് പുലർത്തുന്നത്. തങ്ങൾ എന്തെങ്കിലും അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ അത് തങ്ങളുടെ ഭാവിയെ ബാധിക്കുമോ, തങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന വേഷങ്ങളെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഇവർക്ക്. ഈ ഭയത്തിന്റെ മേൽ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങളുടെ താരലോകങ്ങൾ എന്ന്
പൊതുജനം ഇന്ന് തിരിച്ചറിയുന്നു. സത്യം വിളിച്ചു പറഞ്ഞിരുന്ന വിനയനെയും തിലകനെയും എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി ഒതുക്കിയതെന്ന്, അവരെ എങ്ങനെയാണ് കോർണർ ചെയ്തതെന്ന്, അവരുടെ വർഷങ്ങൾ, നീണ്ട കാലങ്ങൾ, നീണ്ട അനുഭവ പരിചയം ഇതിനെയെല്ലാം വിഫലമാക്കും വിധത്തിൽ അവരെ ഒതുക്കി മാറ്റി നിർത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അന്ന് അവർ പറഞ്ഞ പലതും വാസ്തവമായിരുന്നു. അന്ന് അവർ പറഞ്ഞ പല അഭിപ്രായങ്ങളും നമുക്ക് വീണ്ടും ഓർത്തെടുക്കേണ്ടതായി വരുന്നു. ഇതിന്റെയൊക്കെ പേര് കാലത്തിന്റെ കാവ്യനിധി എന്നല്ലാതെ മറ്റെന്താണ്?